ഏറ്റവും കൂടുതൽ പരിഷ്കരണം നടന്നിട്ടുള്ള ഒരു മതമാണ് ഹിന്ദുമതം. ഒരുപാട് കാര്യങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു. ഇത് ധർമ്മമാണ്. കാലാനുസൃതമായി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ 2 മതി കുടുംബാസൂത്രണം എന്ന് പറയുന്നത് നിർബന്ധിതമായും അല്ലാതെയും പിന്നെ നമ്മുടെ പുരുഷന്മാരെയെല്ലാം പിടിച്ചുകൊണ്ട് പോയി 18 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരെയെല്ലാം ക്യാമ്പുകളിൽ കൊണ്ടുപോയി വന്ധീകരിച്ചിട്ട് ബക്കറ്റും കുപ്പിയും പിന്നെ കപ്പൊക്കെ കൊടുത്ത് വിടുന്ന ചിത്രം അടിയന്തരാവസ്ഥ കാലത്ത് വളരെ വ്യാപകമായി കാണാമായിരുന്നു. വലിയ തോതിലാണ് പുരുഷന്മാരെ പോലീസും പട്ടാളവും പിടിച്ചുകൊണ്ട് പോവുക, ക്യാമ്പുകളിൽ കൊണ്ടുപോവുക, വന്ധീകരിക്കുക. ഈ പട്ടികളെയൊക്കെ നായ്ക്കളെയൊക്കെ ചെയ്യുന്ന പോലെ വന്ധീകരിക്കുക. അവർക്ക് ചെറിയ പൈസ കൊടുത്ത് അവരെ പൈസയും ബക്കറ്റും കപ്പും ഒക്കെ കൊടുത്ത് ഡിറ്റോളും ഒക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടുക. ഇത് വലിയ ഒരു പണിയായിരുന്നു ഓപ്പറേഷൻ. പക്ഷേ സഞ്ജയ് ഗാന്ധി ഫ്ലൈൻ അപകടത്തിൽ മരിച്ചു. എന്നാൽ പോലും 2 കുട്ടികൾ മതി എന്നുള്ള ഒരു സങ്കല്പം ഇന്ത്യയിൽ വളരെ സീരിയസ് ആയിട്ട് വന്നു. 2 കുട്ടികൾ മതി. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ പിന്നെ മൂന്നാമതൊരു കുട്ടിയില്ല. പക്ഷേ ഈ ആഹ്വാനം, ഈ ഫാമിലി പ്ലാനിങ്ങിൻ്റെ കുടുംബാസൂത്രണത്തിൻ്റെ ആഹ്വാനം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് ഹിന്ദു സമൂഹമാണ്. മുസ്ലിം സമൂഹം ഇത് കേട്ടതായിട്ടേ ഭാവിച്ചില്ല. അതിനു മുമ്പ് ഹിന്ദു സമൂഹത്തിന് അച്ഛനും അമ്മമാർക്കും 8ഉം 10ഉം മക്കളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ വേറെ വീടുകളിൽ പിന്നെ വേറെ പണിയൊന്നുമില്ല, പിന്നെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല, വേറെ ആഘോഷങ്ങളില്ല. ഈ പറഞ്ഞ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുക, ചിലതൊക്കെ മരിച്ചു പോകും, കുറേ അതെണ്ണം 10 എണ്ണം ഉണ്ടെങ്കിൽ 6 എണ്ണം മരിച്ചു പോകും, 4 എണ്ണം ജീവിച്ചിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ അതെല്ലാം മാറി ആരോഗ്യ രംഗം വളരെയധികമായി. കുട്ടികളുടെ മോർബിഡിറ്റി റേറ്റൊക്കെ കൂടി, ശിശുമരണ നിരക്ക് കുറഞ്ഞു, പിന്നെ വയസ്സാവുന്നവരുടെ എണ്ണം കൂടി. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇൻഡെക്സ് വളരെയധികം മാറി കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ. അങ്ങനെ മാറി വന്നതിൻ്റെ ഭാഗമായും കൂടെ 2 കുഞ്ഞുങ്ങൾ മതി എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഭാരതം പോയി. പ്രത്യേകിച്ച് ഹിന്ദുക്കളാണ് അങ്ങനെ പോയത്. എന്നാൽ മുസ്ലിങ്ങൾ അതിലേക്ക് പോയിട്ടുമില്ല. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSൻ്റെ സർവ്വസംഘചാലക്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ കാര്യദർശി, പ്രധാനപ്പെട്ട നേതാവ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാവ് ഡോക്ടർ മോഹൻ ഭഗവത്, നാഗ്പൂറാണ് അവരുടെ ആസ്ഥാനം. മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നു, 3 കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. 2 കുഞ്ഞുങ്ങൾ പോരാ, മൂന്നാമതൊരു കുട്ടിയെക്കുറിച്ച് കൂടി ചിന്തിക്കണം. ഈ വിവാദം ഇതൊരു വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ ഈ വാർത്ത ഇതുപോലെ 3ഉം പോരാ 5ഉം പോരാ എന്നുള്ള വാർത്തകളൊക്കെ ഇവിടെ ഒരുപാട് കയറിയിട്ടുള്ളതാണ്. ഹിന്ദു സ്ത്രീകൾ ഇനിയും പ്രസവിക്കണം. ഇവിടെ 2 പ്രസവിക്കാനേ സ്ത്രീകൾക്ക് വയ്യ, പിന്നെ അത് സിസേറിയനൊക്കെയാണ് പലപ്പോഴും. എന്നിട്ടും പോരാ, 3 പ്രസവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു തമാശ, പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ സെമറ്റിക് മതങ്ങളായ ക്രിസ്ത്യൻ മതത്തിൽ നിന്നോ മുസ്ലിം മതത്തിൽ നിന്നോ പറഞ്ഞ് പള്ളിയിൽ നിന്നൊരു ഓർഡറൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ അത് ആഞ്ഞ് എല്ലാവരും പ്രസവിപ്പിച്ചേനെ. പക്ഷേ ഹിന്ദു മതത്തിലായതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കുമോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ഇപ്പോൾ മോഹൻ ഭഗവത് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ RSS ആഹ്വാനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലൊന്നും ഒരു ഹിന്ദുക്കളും ഇത് കേൾക്കാനൊരു സാധ്യതയുമില്ല. ഇവിടെ 2 തന്നെയാണ് പോകാൻ. ചിലപ്പോൾ അത് ഒന്നായാൽ, ഒന്നിൽ നിർത്തിയാൽ അത്ഭുതം. കുഞ്ഞുങ്ങൾ പോലും വേണ്ട എന്നുള്ള, കല്യാണം പോലും വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികളുടെ പുതിയ തലമുറയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മോഹൻ ഭഗവത് പറയട്ടെ, ആളുകൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾ സൃഷ്ടിക്കട്ടെ.